ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികളിൽ സർക്കാരിൽ ഭിന്നാഭിപ്രായം. റിപ്പോർട്ടിന്മേൽ സ്വമേധയാ കേസെടുക്കാമെന്ന് KN ബാലഗോപാലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് MP രാജേഷും പ്രതികരിച്ചു. സ്വമേധയാ കേസെടുക്കാനാകില്ലെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. സമാന നിലപാടാണ് മുഖ്യമന്ത്രിക്കും ഉള്ളത്. ഒരു കാര്യം വ്യക്തമാക്കാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാവും. എത്ര ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിലെത്തിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ സ്വമേധയാ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. എന്നാൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഞാൻ ഒരു കാര്യം വളരെ ക്ലിയറായി പറയുന്നത്, നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഒരു നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ, അതിനൊന്നും വ്യത്യസ്തമല്ലല്ലോ. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷനാണ്. അല്ലെങ്കിൽ ഈ മേഖലയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ വന്ന പരാതികൾ, പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം പഠിച്ചു വന്നതാണ്. ഇതിന് സമാനമായ പ്രതികരണമാണ് മന്ത്രി MP രാജേഷിന്റേതും. സർക്കാർ നടപടി സ്വീകരിക്കും. എന്താണോ നിയമപരമായിട്ട് സ്വീകരിക്കേണ്ട നടപടി, നിയമപരമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക. സർക്കാരിൻ്റെ മുകളിൽ മറ്റാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടാണോ ഹേമ കമ്മിറ്റി വെച്ചത്? സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു ഹേമ കമ്മിറ്റിയെ വെക്കാനുള്ളത്. ഇരുവരുടെയും നിലപാടിനെ തള്ളുകയാണ് മന്ത്രി VN വാസവൻ. കേസെടുക്കാൻ സർക്കാരിന് സാധിക്കില്ല. അതിനകത്തൊരു പ്രശ്നം നിയമപ്രശ്നമാണ്. ആ നിയമപ്രശ്നം വെച്ചാൽ ഒരാൾ പരാതിപ്പെടാതെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടിൽ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കുന്ന രൂപത്തിലേക്ക് പോയാൽ അത് രക്ഷപ്പെടില്ല എന്നുള്ളതാണല്ലോ സോളാർ മറ്റു രൂപത്തിൽ മാറ്റിവെക്കേണ്ടി വന്നത്. ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഇത് നിയമപ്രശ്നമാണ്. സർക്കാരിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് വിശദീകരിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പരാതി കിട്ടിയാൽ കേസെടുക്കാമെന്ന മുൻ നിലപാട് ആവർത്തിച്ചു. ഭിന്നത ചർച്ചയായതോടെ മന്ത്രി KN ബാലഗോപാലിന്റെ പഴി മാധ്യമങ്ങൾക്ക്. താൻ പറഞ്ഞത് ഭാഗികമായി അവതരിപ്പിച്ച് മാധ്യമങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാണ് കുറ്റപ്പെടുത്തൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.